ചപ്പാത്തി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു കിടിലനായിട്ട് ഉണ്ടാക്കാമല്ലോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും സവാള, ക്യാരറ്റ്, വെളുത്തുള്ളി, മല്ലിയിലയും കറിവേപ്പിലയും ഇതൊക്കെ അവിടെ മാറ്റി വെച്ചോ. ഇനി നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലേക്ക് സവാളയും ക്യാരറ്റും മല്ലിയിലയും വെളുത്തുള്ളിയും ഒക്കെ അവിടെ തട്ടിക്കൂട്ടി വെക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടോ കേട്ടോ. അപ്പം ഒരു കാര്യം ഞാൻ ആദ്യം പറയാം കേട്ടോ. ഞാൻ ആദ്യം സവാള ഒന്ന് വഴറ്റീനായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്താലോ എന്ന്. എന്നിട്ട് വീണ്ടും അതിനെ പ്ലേറ്റിലോട്ടേക്ക് കയറ്റി അതിനെ വീണ്ടും ചീനിച്ചട്ടിയിലോട്ട് മാറ്റിയതാണ് കേട്ടോ. അതാണ് സവാളേൻ്റെ കളറിനൊരു പ്രത്യേകത. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ആവശ്യമെങ്കിൽ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ. മുളക് പൊടി എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടത്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്താൽ നല്ല മണം വരുന്നുണ്ടാവും. അപ്പം നമുക്ക് എന്ത് വേണം, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വാടി വരട്ടെ. പച്ചമുളക് എടുക്കാറില്ല. അപ്പം നമുക്ക് മുട്ടയും കൂടിയിട്ട് പൊട്ടിച്ചൊഴിക്കുക. 2 മുട്ടയാണ് ഞാൻ എടുത്തത് കേട്ടോ. മുട്ടേൻ്റെ അളവ് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. 2 എണ്ണം എടുത്തോ, മിനിമത്തിൽ ഒരു 2 എണ്ണം എടുക്കാറ്. ഇത്രയും ചപ്പാത്തിക്ക് വേണമല്ലോ. കുറച്ച് ചിക്കനൊക്കെ കൂടി ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. പക്ഷെ ചിക്കൻ കൈമിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടാകുമ്പോൾ നമുക്ക് എന്ത് വേണം, കുറച്ച് സോസ് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടറിയാം ചപ്പാത്തി കാലിയാവുന്നത് അറിയില്ല. നല്ല സോഫ്റ്റും ആവും, നല്ല ടേസ്റ്റും ആണ്. കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ മടുപ്പില്ലാണ്ട് കൊടുക്കാം. അതുപോലെ സ്കൂളിലേക്ക് സ്നാക്സിനായാലും ലഞ്ചിനായാലും ഇത് അടിപൊളിയല്ലേ. കുട്ടികൾ കഴിച്ചോളും കേട്ടോ. അങ്ങനെ ഇതായി. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, നമുക്കും കഴിക്കാം. എന്നാൽ കുട്ടികൾക്ക് മാത്രമേ കൊടുത്തോളൂ, നമുക്കെന്നാ കഴിച്ചൂടെ? അപ്പം നമുക്കും എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ കുട്ടികൾക്കാണ് കൊടുത്തത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ.